ആട് 3 എന്ന് പറയുന്നത് നമ്മൾ വൺ ലാസ്റ്റ് റൈഡാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് വൺ ലാസ്റ്റ് റൈഡിൻ്റെ പാർട്ട് 1 മാത്രമാണ്. ഇതിന് ഒരു പാർട്ട് 2 കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ് എല്ലാവരും പല പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? മമ്മൂക്കയുണ്ടോ, ലാലേട്ടനുണ്ടോ, ഞാൻ നിഖിലാഭിമലിൻ്റെ, അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് പോയിരുന്നത്. വിനായകൻ്റെ ഉള്ളിലൊരു വേറൊരു മനുഷ്യനും 3 വട്ടം ഡേറ്റ് മാറ്റി വെച്ചു. എന്നിട്ടും നമ്മൾ കഴിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സഹകരിച്ചു. വിനായകന് ഇന്ദ്രൻസേട്ടൻ്റെ ഇത്ര ഒരു എളിമയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു എളിമ അന്ന് എന്നോട് ഇൻ്റർവ്യൂ അത് അങ്ങനെ ആയിപ്പോയി ആദ്യം തൊട്ടുള്ളതാണെന്ന് പറയും. അത് ഒത്തിരി ഫലം കാണുന്നുണ്ടോ ദൂഷ്യം ചെയ്യുന്നുണ്ട്? അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം എപ്പോഴും ഒരു വേദന ചോദിച്ചു പറഞ്ഞു, ഈ കിടന്ന് ഈ ടെൻഷനൊക്കെ അടിക്കണം സാറ് നമ്മളവിടെ വാ, എന്തൊരു സുഖമാണ് നമുക്ക് പറയാനുള്ളതൊക്കെ ചിരിച്ചിരിച്ച് പറയുകയും ചെയ്യാം, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ഇത് വലിയ ടെൻഷനല്ലേ? അപ്പോഴും ഇടുന്നുണ്ട് ഇങ്ങനെ. ഒരു സീൻ വരുമ്പോൾ ജയൻ അതിന്റെ കൂടെ ഇംപ്രൊവൈസേഷന് വേണ്ടി ഒരു 10 പരിപാടികൾ പ്ലാൻ ചെയ്താ വരുന്നത്. 8 ഇത് നോ പറയും. ഞങ്ങൾ അതൊക്കെ നിങ്ങൾ കണ്ട് രസിച്ചിരുത് അല്ലേ? നമ്മള് ചുളുവിൽ എങ്ങനെയാ ദുബായി വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ മറ്റേ സീൻ ഷൂട്ട് ചെയ്ത് കളിച്ചില്ലല്ലോ എന്നാ പിന്നെ പോകുമ്പോ ചെയ്യല്ലേ വായിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്റെ ആദ്യമായി ഇത് എന്നാ മാറ്റും, അത് വേറെ ആണെങ്കിലും. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ലക്കി മാസ്കോട്ടാണ് ഇന്ദ്രൻസേട്ട്. അതല്ലേ നമ്മുടെ ലക്കാണ്. നമ്മൾ ഇന്ദ്രൻസേട്ടനുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും വർക്കാണല്ലേ. ഇത് ഇന്ദ്രൻസേട്ടന് ചേരുവോ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ കഥാപാത്രവും ഇന്ദ്രൻസേട്ടൻ ചെയ്യും. പിന്നെ അത് ഞാൻ തന്നെ അതിന് പരിഹാരവും കണ്ട് നമ്മള് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, ഇതൊക്കെ കിട്ടും. ഇന്ദ്രൻസേട്ടൻ ഇതൊരു ഫോർമുലൊന്നും ഇട്ടാരും കണ്ടിട്ടില്ല. ഒരു ഫോർമുലൊക്കെ ഇട്ട് ഒരു സിനിമയിൽ വന്നു നമ്മള് ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കുന്നത് നമ്മൾ വേറൊരു പ്രത്യേക സാധനം ചെയ്യാൻ കൊതിച്ചിരിക്കുന്നതല്ലേ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. അപ്പം നമ്മൾ ഏറെ പ്രതീക്ഷയോട് കാത്തിരി ആട് 3 റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ എന്നോടൊപ്പം സർവത്ത് ഷമീറും PP ശശിയും. മാത്രമല്ല ഒലിവർ ട്വിസ്റ്റും ഡോക്ടറുമാണ്. അങ്ങനെയുണ്ട്. അത് എനിക്ക് അത്രയ്ക്കും പോയില്ല, എല്ലാ രീതിയിലും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ വേറെ ഇതാണ്. പക്ഷെ നമ്മൾ ഒത്തിരി പ്രതീക്ഷയാണ് ആട് 3 അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ബജറ്റ് സിനിമയിൽ 3ാമത്തെ സിനിമയിലെ ലിസ്റ്റിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമ. അത്രയും ബജറ്റ് ഉള്ള സിനിമ അല്ലേ? പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങാം അല്ലേ? പിന്നെ അല്ലേ? എത്ര നാളത്തെ ഷൂട്ടായിരുന്നു? ഷൂട്ട് 6 മാസമാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. 10 മാസത്തോളം പോയി. 10 മാസത്തോളം. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ്, ഇത് വലിയ സ്കെയിലിൽ, മറ്റേ സ്കെയിൽ പറഞ്ഞ പോലെ നമ്മൾ സാറിന് ബഡ്ജറ്റ് പറയാറില്ല. പലരും ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകണ്ട എന്നുള്ളതാണ്. നമ്മൾ എല്ലാ സിനിമകളിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റും പറയാറില്ല, റവന്യൂവും പറയാറില്ല. അപ്പോൾ 10 മാസം കൂടാതെ ഇത് വലിയ സ്കെയിലിൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ, അതായത് ഒരുപാട് പ്ലാനിങ് വേണ്ടി വരുന്നൊരു സിനിമയാണ്. അത് ഒരുപാട് റിസർച്ച് വേണ്ടി വന്നത്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അത് ആർട്ടാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും ലൊക്കേഷൻ സ്കൗട്ടിങ് ആണെങ്കിലും. അപ്പോൾ ഏകദേശം 2024 ഫെബ്രുവരിയിലാണ് നമ്മളിത് ഒരു ഫോട്ടോഷൂട്ട് വഴി ആട് വരുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നത്. ആ 2024 മാർച്ച് മുതൽ തുടങ്ങിയ പ്രീ പ്രൊഡക്ഷനാണ്. പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഡിസംബറിൽ തുടങ്ങണം എന്ന് വിചാരിച്ചു. വീണ്ടും കുറേ സ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അവസാനം സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പിന്നെ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ മെയ്യിൽ തുടങ്ങി ജനുവരി 10 തീയതി വരെ നമ്മൾ 6 ഷെഡ്യൂളായിട്ടാണ് ഷൂട്ട് ചെയ്തത്. മഴ വലിയ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്തു. അങ്ങനെ ജനുവരി 10 ആണ് ഷൂട്ട് തീരുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ് പോസ്റ്റ് പ്രൊഡക്ഷന് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ ഈ ബ്രേക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ പല
പ്രോസസ്സും ഈ സമയങ്ങളിൽ പാരലൽ എഡിറ്റിങ്ങും പാരലൽ ഡബിങ്ങും ഒക്കെ ചെയ്തു പോരുന്നത് കൊണ്ട് ഈ കുറച്ച് ചെറിയ സമയത്ത് നമ്മൾ ഇത് ഇറക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടം അല്ലേ, അതാണ് സെറ്റ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഭയങ്കര സെറ്റ് വർക്കാണ്. പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും രണ്ടും കാണിച്ചാണ്. ആ പഴയ കാലഘട്ടം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ എന്തുമാത്രം റിസ്ക് ഉണ്ടായിരുന്നു? അല്ല, ഇത് ഈ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളിത് ആദ്യം ഇതിന് ഈ തോട്ട് പറയുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പറഞ്ഞാൽ ആട് എന്ന് പറയുന്നത് ഒരു 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 വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന് ഇതൊരു ജോണർ ഷിഫ്റ്റാണ്, ജോണർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം അതിൽ റിസ്ക്, അതിൻ്റെ പ്രോസ് കോൺസ് എല്ലാം ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു എന്തിന് ഇങ്ങനെ പോകണം. അപ്പം അതിൽ മിഥുൻ പറഞ്ഞ പോയിന്റ്സ് വളരെ കൺവിൻസിങ് ആയിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ പ്രീ കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന മലയാളികളുടെ അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആളുകളത് എന്താണ് ഓരോ സിനിമകളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുള്ള മാറ്റങ്ങൾ. നോർമൽ ഹസ് ബിക്കം വെരി ബോറിങ് അല്ലേ? കഴിഞ്ഞ ഹിറ്റായിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മലയാളികൾക്ക് വ്യത്യസ്തമായ പ്രമേയങ്ങളോടാണ് താല്പര്യം. കാരണം ഒരു നോർമൽ ഹൗസ് ഹോൾഡ് പോലും ഒരു ഇൻ്റർനാഷണൽ കണ്ടന്റിലോട്ട് എക്സ്പോസായി ഇരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ 5 വർഷത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലോക നിലവാരത്തിലുള്ള സിനിമകൾ അവർക്ക് മലയാളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതൊരു നോർമൽ ഹൗസ് വൈഫ് വരെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പോലും ഇരുന്ന് ഹോളിവുഡ് സിനിമകളുടെ മലയാളം ഇരുന്ന് കണ്ടിട്ട് ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന് മുന്നിലേക്ക് നമ്മൾ ഇനിയും പഴയ രീതിയിലുള്ള ഒരു സ്ലാപ്സ്റ്റിക് കോമഡി കൊണ്ടുവന്നാൽ അത് വർക്കാവുമോ എന്നുള്ളതും ഒരു ലോജിക്കായിരുന്നു. കാരണം ഇന്നത്തെ ജനറേഷൻ അവർ സംസാരിക്കുന്ന രീതി, അവർ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ രീതി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ അത് മിഥുൻ പറഞ്ഞ കോൺസെപ്റ്റ് കൺവിൻസിങ് ആണ് തോന്നുന്നു. പിന്നെ നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കോൺസെപ്റ്റ് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ അതിന് വേണ്ട ബഡ്ജറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മിഥുൻ പറഞ്ഞ ബഡ്ജറ്റ് ൊന്നും നിന്നില്ല. കാരണം ചിലതൊക്കെ ഒരു ലൈനാണ് എഴുതി വെക്കുക അല്ലേ, യുദ്ധമെന്നോ അല്ലെങ്കിൽ ചെയ്സ് എന്ന് എഴുതി വെക്കും. ഈ ചെയ്സ് എന്ന് പറയുന്നത് 10 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ഈ ഒരു വാക്കില് ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ അങ്ങ് ഒതുങ്ങുമെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. പിന്നെ ആ സ്കെയിലിലാണ് ഇത് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും ഒബ്വിയസ്ലി ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ അതിൻ്റെ ബിസിനസ് പ്ലാൻ നോക്കും. അപ്പോൾ ആടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ ഫോളോയിങ്, അതിന് ഇങ്ങനെ ഈ ബഡ്ജറ്റിൽ ചെയ്താൽ അത് വർക്കാവുമോ എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, വർക്കായേക്കാം ഈ സ്കെയിലിൽ ചെയ്ത് അത് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മാസ് റിലീസായിട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് റിലീസായിട്ട് ഇറക്കിയാൽ ഇതിൻ്റെ ഒരു ഫോളോയിങ് വെച്ചിട്ട് ഇങ്ങനെ ഒരു റിട്ടേൺ ഉണ്ടാവും. ഇതൊക്കെ ഒരു കാൽക്കുലേഷനാണല്ലോ. ആ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, ഒരാളെന്നോട് ചോദിച്ചു എന്താണ് ഏറ്റവും വിഷമമുണ്ടായ മോമെൻ്റ് ഏതാണ് നാട്. വിഷമമുണ്ടായ മോമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹ്യൂമർ സീനുകൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സീനുകൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കട്ട് ചെയ്ത് കളയുന്ന കാണുമ്പോൾ നമുക്ക് നെഞ്ചൊന്ന് കാരണം അതൊക്കെ ഭയങ്കര ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന സീനാണ്. പക്ഷെ നമുക്കത് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഡ്യൂറേഷനിൽ കൊണ്ട് നിർത്തണം എന്നുള്ളത് കൊണ്ട് നമ്മളത് ആ വിഷമം അതിനോടൊപ്പം തന്നെ ഇന്നും രാവിലെ ഈ സീൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് ആക്ടർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആലോചിക്കണം. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിരുന്നു, അതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി, ആ സീനിന് എത്ര പൈസ ചെലവായി എന്നൊക്കെ ഉള്ളൊരു തോന്നലും കൂടെ. പക്ഷെ അതൊക്കെ നമുക്ക് ഇറക്കണം കേട്ടോ പിന്നീട്. അല്ല, അത് ഇപ്പൊ ആട് 2 നമ്മൾ ഇതേപോലെ കുറെ സീനുകൾ ഡിലീറ്റഡ് സീൻസ് ഇറക്കി. അതൊക്കെ അത് ആട് ഹിറ്റായപ്പോൾ പലരും ചോദിച്ചു ഇതൊക്കെ എന്തിനാ കട്ട് ചെയ്ത് കളഞ്ഞത്. പക്ഷെ അതൊക്കെ ഒരു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഒരു മൂവാണ്. കാരണം ഇതിപ്പം ലാഗ് ഉണ്ടെന്ന് പറയാം, ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. ഇൻ ബിറ്റ്വീൻ നിന്നിട്ടുള്ള ഒരു പരിപാടി ഇതൊക്കെ ഇറക്കും. ഇതൊക്കെ നമ്മൾ ഡിലീറ്റഡ് സീൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ടായിട്ടൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇറക്കാവുന്നതാണ്. കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടേഴ്സ് കട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് ഇറക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇറക്കും, എന്തായാലും ഇറക്കും. സഖാവേ പിന്നെ വിളിയായിട്ട് സഖാവ് ഒറ്റ വിളിയാണ്, വേറെ ഒന്നും ചിന്തിച്ചില്ല സഖാവ് അല്ലേ. കഥാപാത്രമാവട്ടെ സഖാവ് എന്ന് വിളിച്ചാൽ കഥാപാത്രത്തിലേക്കാണ് വന്നത്. സഖാവിൻ്റെ അടുത്ത് ഒരു വലിയ എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഈ ആട് 3 ഷൂട്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ദ്രൻ ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഈ സിനിമ പറയാം അല്ലേ. മാറ്റമൊന്നുമില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ലൊക്കേഷൻ, അഭിനയ മുഹൂർത്തങ്ങൾ,
ഡാം, മഴ, ഞെട്ടിപ്പോവും. ഏ? എല്ലാം ഞെട്ടിപ്പോവും. ആദ്യം പാലക്കാട് കഞ്ചിക്കോട്ടുള്ള സെറ്റും ആ. ഒരു പ്രദേശം കൊടുത്ത് നമ്മളെ നാടിൻ്റെ ഒരു ഏരിയ തന്നെ അങ്ങ് മാറിപ്പോയി. കുതിരയും വാട്ടാളോ എല്ലാം കൂടെ. ഭാഗ്യത്തിന് ഈ സിനിമയിൽ എനിക്കും ഇന്ദ്രൻ ചേട്ടനും ധർമ്മജനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുതിരപ്പുറത്ത് കയറേണ്ടി വന്നില്ല. ബാക്കി എല്ലാവരും കയറി. ബാക്കി എല്ലാവരും കുതിരപ്പുറത്ത് കുതിര ഓടിക്കാൻ പഠിപ്പിച്ചു. അവരെയൊക്കെ കുതിരയിട്ട് വട്ടം കറക്കി. ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നിങ്ങൾ കണ്ട് രസിച്ചിരുത് അല്ലേ? നമ്മള് ചുളുവിൽ എങ്ങനെയാ ഒരു വലിയ കഥാപാത്രമാണ്, വലിയ കഥാപാത്രമാണ് ഇതിലെ. ഈ സിനിമയിൽ വലിയൊരു കഥാപാത്രം എന്ന് പറയാം. അപ്പനോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് PP ശശി എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ? ആ കഥാപാത്രം എത്രമാത്രം ഫലിപ്പിച്ചു എന്ന് നമുക്ക് കണ്ടവർക്ക്, ഇതിനു മുമ്പ് കണ്ടവർക്കറിയാം, ഇനി കാണാൻ കിടക്കുന്നവർക്കും അറിയാം. ഇന്ദ്രൻ ചേട്ടൻ ആ കഥാപാത്രം എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? നേരത്തെ തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു ഒരു സംഭവം കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചരട് പിടിച്ചാൽ മതി, ചെയ്യാൻ പറ്റുന്ന ഒരാണ്. വിട്ടു പോകുന്നില്ലല്ലോ. പടം നിരന്തരമായിട്ട് ചെയ്ത നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചാനൽ കാര്യം. പിന്നെ ഇടയ്ക്കൊക്കെ ഓർക്കുമ്പോൾ രസമുള്ള കാര്യമായതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. എല്ലാവരിലും ഇതുണ്ട്. അതുകൊണ്ട് കുറഞ്ഞു പോകാൻ പാടില്ല. താളം തെറ്റുകയരുതല്ലോ. കുറഞ്ഞു പോകാൻ പാടില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു പാർട്ട് 3 അല്ലേ? പാർട്ട് 3 ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് മീറ്റർ ഒട്ടും താഴെ പോകാനില്ല, കൂടാനും പാടില്ല. അങ്ങനെ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ ഒരു റിസ്ക് ഉണ്ടായേക്കേണ്ട ഏത് സമയത്തായിരിക്കും? ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് റിസ്ക് അങ്ങനെ നമുക്ക് തോന്നിട്ടില്ല. അവർക്ക് ചെയ്തെടുക്കാനുള്ള പാട് ഡയറക്ടർ അനുഭവിക്കുന്നുണ്ടാവും. നമുക്കത് വരില്ല. കാരണം എല്ലാം അത്രയും ക്രൗഡായിട്ടുള്ള സീൻസ് അല്ലേ എല്ലാം. അതെ, എല്ലാം അതെ. അപ്പോൾ ഒരു ഇത്തിരി ഹ്യൂമർ ശരിക്കും വരാനുള്ള സാധ്യത ഉള്ളത് സർവത്ത് ഷമീറുമായിട്ട് ആശാൻ ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇത് ചേരുന്ന സീനുകളാണ്. അപ്പൊ അവിടെ താഴെ പോരുന്നല്ലേ സാർ? അപ്പൊ ആ സീനുകളായിരുന്നു അല്ലേ? സർവത്ത് ഷമീറും ആശാനും കൂടെ ഉള്ള സീനുകൾ അല്ലേ? അവിടെ താഴാനും പാടില്ല, കയറാനും പാടില്ല, ഇങ്ങനെ നിൽക്കണം, ഒപ്പം ഇങ്ങനെ നിൽക്കണം. കാര്യങ്ങൾ പറയുകയും വേണം, ഫലിപ്പിച്ചെടുക്കുകയും ചെയ്യണം അല്ലേ? അതെല്ലാം ഇച്ചിരി ലൗഡ് സീൻസ് ആണ്. ഇപ്പൊ എല്ലാവർക്കും 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഈ 2 ക്യാരക്ടേഴ്സിന്റെ വേരിയേഷൻ പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു തിൻ ലൈനാണത്. അത് അങ്ങോട്ടും പോരുത് ഇങ്ങോട്ടും പോരുത്. മറ്റേ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, ഇതിന്റെ ലൗഡായിട്ട് പിടിക്കാൻ വേണം. എല്ലാവരും അവരുടെ ഭാഗങ്ങൾ അങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇത് എല്ലാവരും സ്പിരിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് കഴിഞ്ഞാലും നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ. നമ്മൾ ആട് 2 കഴിഞ്ഞപ്പോൾ തൊട്ട് ആട് 3 എന്നാണെന്ന് വിജയബാബു എവിടെ വന്നാലും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇതിപ്പോൾ അല്ലേ? ഇനി ഒരു മാസം, മാർച്ച് 1 മാസമില്ല, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ നിങ്ങളുള്ള സീനുകൾ, പിന്നീടുള്ള സീനുകളിലൊക്കെ മണിയാശാൻ്റെ ഒരു സ്റ്റൈൽ അല്ലേ? ആശാൻ്റെ ഒരു സ്റ്റൈൽ, ആശാനെ നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ മാത്രമേ മണിയാശാൻ്റെ സ്റ്റൈൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴാണ് ആദ്യം കൊണ്ടുവന്ന് ആ സ്റ്റൈല് പ്രേക്ഷകർ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ ആട് 2 ഒക്കെ കണ്ടത് പിന്നീട് മണിയാശാന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കൽ ആശാനെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ ഏതൊക്കെ വേദന വെച്ച് കാണുമ്പോൾ വലിയ കാര്യമാണ്, പിടിച്ച് പുതിയതൊന്നും ചെയ്യില്ലേ. ഞാൻ ആശാനടുത്ത് എപ്പോഴും ഒരു വേദന വെച്ച് പറഞ്ഞു, ഈ കിടന്ന് ഈ ടെൻഷനൊക്കെ അടിക്കണം സാറ് നമ്മളവിടെ വാ, എന്തൊരു സുഖമാണ് നമുക്ക് പറയാനുള്ളതൊക്കെ ചിരിച്ചിരിച്ച് പറയുകയും ചെയ്യാം, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഇത് വലിയ ടെൻഷനല്ലേ. അപ്പോഴും ഇടുന്നുണ്ട് ഇങ്ങനെ കാക്കി. ആ ഒരു കറക്റ്റ് ആയിരുന്നു ആ ഇന്റർവ്യൂവിൽ എടുത്തത്. ചേട്ടൻ പറഞ്ഞു, മണിയാശാൻ ഒരിക്കൽ പറഞ്ഞു, ഈ വേഷത്തിലൊന്ന് വരണം, എന്നിട്ട് ഒരുമിച്ചിരുന്നൊരു ഇന്റർവ്യൂ ചെയ്യണം. നമുക്ക് അതൊന്ന് ചെയ്താലോ? അല്ല, ചെയ്യാനെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞങ്ങളത് ആലോചിച്ചു. അല്ല, എനിക്ക് അങ്ങനെ മണിയാശാൻ ഞാൻ ഇവിടെ പ്രോബ്ലം പറഞ്ഞാൽ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ മുടി, ഇന്ദ്രൻ ചേട്ടൻ നല്ല തിരക്കുള്ള നടലല്ലേ, മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു ദിവസം. മറ്റത് മുടി നമുക്ക് എടുക്കണം, മുടി എടുത്താൽ മാത്രമേ ആ വിഗ് വെക്കാൻ പറ്റുള്ളൂ. മുടി എടുത്താലേ പറ്റുള്ളൂ. അല്ല, ഈ സിനിമയിൽ പ്രോസ്തെറ്റിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടന്റെ മേക്കപ്പിന് തന്നെ 3 മണിക്കൂർ വേണം. അപ്പം അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്റർവ്യൂ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞാണ് ഒരിക്കൽ ആശാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാൻ ചെയ്തു, നമുക്ക് അവിടെ പോയി കാണാം, ആശാനെ കാണാൻ പോണം. ഇടയ്ക്ക് സുഖമില്ലാതായല്ലോ. പക്ഷെ പിന്നെ അപ്പോഴും നമുക്ക് ഈ വിഷയം ഇന്ദ്രൻ ചേട്ടൻ എന്തെങ്കിലും ഫ്രീ ആവുമ്പോൾ നമുക്ക് മണിയാശാന്റെ അടുത്തേക്ക് ഒന്ന് പോകണം. പിന്നെ അത് നമ്മളത് കൊണ്ടുപോകും. 100% പോലോ. ഭയങ്കര ഒരു എന്തോ പിള്ളേരെ പോലെ വേറെ ഒളിച്ച് കളിക്കാൻ അറിയാത്ത ആളാ. നല്ല രസമാണ് അവിടെ വീട്ടിൽ പോയാലും.
അത് നമുക്ക് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് യാത്ര ചെയ്യണം. ഓ പിന്നെ ഞാനൊരു സെറ്റ് ചെയ്യും. മണിയാക്ഷൻ്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞ് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒന്ന് നമുക്കൊന്ന് പോയി ഒരു സാധനം നമുക്ക് വേണ്ടി ചെയ്യണം. ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട്, പഴയ ആളുകൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്നൊരു സെറ്റായിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സമയത്ത് പറഞ്ഞ ഒരു ഫലിതം ഓർത്തെടുക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഇന്ദ്രൻസേട്ടൻ അങ്ങനെ സെറ്റ് വന്ന് ഫലിതമൊന്നും പറയാനില്ല. അല്ല, കേൾക്കുന്ന കാണുമല്ലോ, അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല. ഒന്നുമില്ല. ഇന്ദ്രൻസേട്ടൻ ഇതുപോലെയാണ് സെറ്റിൽ വന്നിരിക്കുന്നത്. എല്ലാ സെറ്റിലും ഇന്ദ്രൻസേട്ടൻ മേക്കപ്പ് ഇടുന്നവരെ ഇതാ ഇതുപോലെ അങ്ങനെ ഇരിക്കും. ഈ ക്യാരക്ടർ ആയി കഴിയുമ്പോഴാണ് ഇന്ദ്രൻസേട്ടൻ പിന്നെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി വേറെ എങ്ങോട്ടും പോവില്ല. സീൻ വായിച്ചിട്ട് ഇന്ദ്രൻസേട്ടൻ മനസ്സിലൊരു കാര്യം വെച്ചിട്ടുണ്ട്, അതിന് സ്പെഷ്യലായിട്ട് എന്താണെന്നുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഈ ഇംപ്രവൈസേഷൻ നമ്മളെടുത്ത് നമ്മൾ ചർച്ച ചെയ്യും പറയും. ഇന്ദ്രൻസേട്ടൻ അത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവിടെ വരുമ്പം അതങ്ങ് നാച്ചുറലി വരും. നമ്മൾ ഫുൾ സെറ്റ് അങ്ങ് ചിരിക്കും. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പരിപാടിയായി ഇന്ദ്രൻസേട്ടൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പിടിക്കാറുള്ളൂ അല്ലേ? ഒരു കഴിഞ്ഞ ദിവസത്തൊക്കെ ആശാൻ കഴിഞ്ഞതിന് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ പോയപ്പം ഒരു ആദ്യമായിട്ട് ലൈവിൽ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരുന്നത്. അതിനുശേഷമൊക്കെ ഒത്തിരി കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ദ്രൻസേട്ടൻ്റെ ഇത്രമൊരു എളിമയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ എളിമ അന്ന് എന്നോട് ഇൻ്റർവ്യൂ അത് അങ്ങനെ ആയിപ്പോയി ആദ്യം തൊട്ടുള്ളതാണെന്ന് പറയും. അത് ഒത്തിരി ഫലം കാണുന്നുണ്ടോ ദൂഷ്യം ചെയ്യുന്നുണ്ടോ? അത് നോക്കിയിട്ടില്ല ഞാൻ. എനിക്കതാണ് ശീലം. അല്ലാതെ ആരുടെ വേറെ നമ്മളവർക്കൊന്നും കൊടുക്കുന്നതുമില്ലല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കുക, അവരെ തിരിച്ചു നമ്മളടുത്ത് അങ്ങനെ തന്നെ പെരുമാറുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഇതൊരു ദോഷം ചെയ്തിട്ടില്ലാത്ത കാര്യമില്ലേ. എൻ്റെ ശീലവും അതാണ്. പിന്നെ മാറ്റേണ്ടതില്ലെന്ന്. അത് മാറ്റേണ്ടതില്ല എന്ന് ഉറപ്പിച്ചേക്കുവാണോ? മാറുമോ? അത് മാറാണെങ്കിൽ ഞാൻ അവിടെ മാറിയതായിട്ട് അഭിനയിക്കുകയല്ലേ പറ്റുള്ളൂ. എന്നെ വിട്ട് പോകില്ലല്ലോ. അഭിനയിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നടക്കില്ല. അതിനിഷ്ടം പോലെ അവസരം കിട്ടണമുണ്ട്. അഭിനയിക്കാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ സിനിമയിൽ അവസരം കിട്ടുന്നത് ഈ ഷാജിപ്പാപ്പനും കൂട്ടരും അല്ലേ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സിനിമകൾ കാഴ്ചവെച്ച പോലെ തന്നെ ഈ സിനിമയിലും വരുമ്പോഴുള്ള പല വേഷങ്ങളും പല അഭിനയ മുഹൂർത്തങ്ങളും ഉണ്ടാവും. ഈ പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ആക്ടർ എന്ന പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സീൻ അതായിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് എല്ലാ സീനുകളും നമ്മൾ ഈ എങ്കിലും ഓർത്തിരിക്കാവുന്ന ഒരു സംഭവം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ദ്രൻസേട്ടനായിട്ടുള്ള സീനുകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇന്ദ്രൻസേട്ടൻ ഞാനും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് ഇതില്. പൂച്ച കളിക്കുന്നത്. അതെ, ഇന്ദ്രൻസേട്ടൻ ഞാനും കൂടെ മീറ്റ് ചെയ്യുന്ന സീനുകൾ അത് ഞങ്ങൾക്ക് പാസ്റ്റിലും ഉണ്ട് പ്രസന്റിലും ഉണ്ട്. അപ്പം അത് ഭയങ്കര രസമായിട്ടുള്ളത്. ഞാൻ പല ഇന്റർവ്യൂവിലും എൻ്റെ അടുത്ത് പല ഇന്റർവ്യൂവിലും കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചു എൻ്റെ ഫേവറേറ്റ് കഥാപാത്രം. നാച്ചുറലി എനിക്ക് ഇന്ദ്രൻസേട്ടനാണ്. കാരണം ഞങ്ങൾക്കാണ് ഇതിനകത്ത് കോമ്പിനേഷൻ ഉള്ളതും. എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇന്ദ്രൻസേട്ടൻ മുമ്പിൽ നിന്ന് അവനിക്കുന്നതാണെന്ന് ചിരി പിടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു അത്ര വലിയ ആക്ടറാണെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ മൾട്ടി ടാസ്കിങ് ആളാണ്. അപ്പോൾ നമുക്കങ്ങനെ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ചിരി വരും. എന്നാലും നമ്മളത് കടിച്ചു പിടിച്ച് നിന്നൊക്കെയാണ് അഭിനയിക്കുന്നത്. ആ സീൻ എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു കൂട്ടച്ചിരി ആയിരിക്കും. നിങ്ങളുടെ സീൻ കഴിയുമ്പോൾ നിങ്ങളൊരു കൂട്ടച്ചിരി, മൊത്തം ലൊക്കേഷൻ ചിരി ആയിരിക്കും. നന്നായിട്ട് തോന്നി എന്നുള്ള ഒരു സമാധാനം അപ്പോഴാണ് കിട്ടുന്നത്. ആട് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ഒരു പരാജയത്തിൽ വന്നു, സെക്കൻഡ് ഒരു സൂപ്പർ ഹിറ്റ് ആവുന്നു, തേർഡിലേക്ക് മാറുന്ന ഒരു യാത്രയുണ്ട്. അന്ന് തൊട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ഇന്നും അതേപോലെ ഈ 3ലേക്കും കൊണ്ടുവരുന്നു. അവരെല്ലാം ഒന്ന് കോർത്ത് ഇണക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ഭയങ്കര ടീഡിയസ് പ്രോസസ്സാണ്. കാരണം അന്നുണ്ടായിരുന്ന ആക്ടേഴ്സിന്റെ പ്രൊഫൈലല്ല ഇന്ന്. ഇപ്പോൾ വിനായകൻ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആക്ടേഴ്സിൽ ഒരാളാണ്. സൈജു കുറുപ്പ് എന്ന് പറയുന്നത് ഇന്ന് മലയാളത്തിലെ ഹീറോ ആയിട്ട് ഒരുപാട് സിനിമകളിൽ സെൻട്രൽ കഥാപാത്രം അഭിനയിക്കുന്നു. അതിപ്പോൾ സണ്ണി ആണെങ്കിലും ഇന്ദ്രൻസേട്ടനാണെങ്കിലും എല്ലാവരും അത്യാവശ്യം തിരക്കുള്ള. അതപ്പം അതാണ് ഇത്രയും പ്രീ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ഡേറ്റ്സ് ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. 2 ഡേറ്റ്സ് മാറുന്നു. അത് 6 മാസം കഴിഞ്ഞ് പിന്നെ 4 മാസത്തോളം വേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത്രയും അവർക്കെല്ലാം പ്രിയപ്പെട്ട പ്രോജക്റ്റ് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ DOP ആണെങ്കിൽ കൂടെ എല്ലാവരും അവരുടെ പല പല പ്രോജക്ട്സും ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വിടേണ്ടതായിട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ചലഞ്ച് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പഴയകാലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിലും മഴയും ഒക്കെ, അത് എല്ലാ സിനിമകളും കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അത് ആക്ടേഴ്സ് മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് അവരോട് എനിക്ക് തീർത്താൽ
പറഞ്ഞാലും തീരാത്തടത്തോളം നന്ദിയുണ്ട്. കാരണം നമ്മൾ ഈ വലിയ ടെറൈൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പം ഒരു ഷെഡ് പോലും ഒരുപാട് ദൂരത്തിലേ ഇടാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് വൈഡ് ഷോട്ട് ഈ ഡ്രോൺ ഷോട്ടൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ ഓടും എന്ന കാരണം ഓടുന്നതിന് 2 കാരണമുണ്ട്. ഒരു ഡ്രസ്സ് നനയാൻ പാടില്ല. നനഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് മഴ നിന്നാലും പിന്നെ ഇത് ഉണങ്ങിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരും ഓടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. ഇത്ര കുട നമുക്ക് പിടിക്കാൻ പറ്റും, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും ഈ സിനിമയിൽ എൻറ്റയർ കാസ്റ്റ് ക്രൂ ടെക്നിക്കൽ ടീം എല്ലാവരും ഒരുപാട് സഹകരിച്ച് ചെയ്തതാണ്. നമുക്കൊരു എത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നതിലൊന്നും വലിയ വിഷമമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഇവരൊക്കെ എല്ലാവരും തിരക്കിലാണ്. ഇവരെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ നല്ല റിസ്ക് എടുത്തു. പക്ഷേ ഈ കഥ എഴുതി കഴിഞ്ഞ് ഇവരെ ഓരോരുത്തരും സമീപിക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എന്തായിരുന്നു പറഞ്ഞു? നമ്മളത് ഫൈനൽ റീഡിങ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ഒറ്റ വായനയാണ്. എല്ലാവരും കൂടെ ഒറ്റ വായന. ഇത് ഇങ്ങനെ ഒരു ജോൺറ എന്നുള്ളത് ഒക്കെ നമ്മൾ അവര് മെയിൻ ആക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ജോൺറാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ റീഡിംഗ് ആണ്. അപ്പം ദേവൻ അവർ ട്രസ്റ്റ് ചെയ്യാണ്. മിഥുൻ എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടറെയും ഫ്രൈഡേ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസിനെയും അവർ ട്രസ്റ്റ് ചെയ്യുന്നു. കാവ്യ ഫിലിംസ് പിന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ ട്രസ്റ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സിനിമ എടുക്കുള്ളൂ എന്ന് പൂർണ്ണ വിശ്വാസം എല്ലാവർക്കും ഉണ്ടായി. 8 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത്രയും കൺവിൻസിങ് ആയ ഒരു സ്റ്റോറി ആണെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ കഥ പറയുന്നതിന് മുമ്പേ എല്ലാവരും ഡേറ്റ് ലോക്ക് ചെയ്യുന്നു. പിന്നെ ഒരൊറ്റ റീഡിംഗ് ആണ്. നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരൊറ്റ റീഡിംഗ് ആയിട്ട് എല്ലാവരും അപ്പം തന്നെ പാസ്സാക്കി എടുക്കുമായിരുന്നത്. ഈ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു 3ലേക്ക് വീണ്ടും വരുന്നു അല്ലേ? ഇന്ദ്രൻസിൻ്റെ തിരക്കിൽ നിന്നും ഈ സിനിമയിലേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞ മുടി വെക്കാൻ പറ്റുന്നുള്ളൂ. ചില ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്ന് വന്നിട്ട് ഇത് അഭിനയിക്കണം. അങ്ങനെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം, അതൊക്കെ ഇന്ദ്രൻസിൻ്റെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഈ സമയത്ത് ഞാൻ മാത്രമല്ല, മൊത്തം എല്ലാവരും അനുഭവിച്ചൊരു ആർട്ട് ഡയറക്ടർ മഴ എല്ലാം സെറ്റ് ചെയ്ത് വരും. തറ മണ്ണിന് വരെ വേറൊരു നിറമാണ്. അതൊക്കെ വരുമ്പോഴില്ലേ മഴ പെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് അവർ വീണ്ടും ചെയ്യും. അപ്പം ഇത് നമ്മൾ ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കുന്നത് നമ്മുടെ വേറൊരു പ്രത്യേക സാധനം ചെയ്യാൻ കൊതിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഇത് കാത് കൊടുത്ത് നോക്കിയിട്ടുമാണ് അടുത്തത് പിടിക്കുന്നത്. അതുകൊണ്ട് വലിയ പരിക്ക് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു മനസ്സൂടെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും അത് തന്നെ ആയിരിക്കും തോന്നുന്നു. നിങ്ങൾ ഓരോ സമയങ്ങളിലും ഈ പഴയ സിനിമകൾ എടുത്തെടുത്ത് കണ്ടിട്ടായിരിക്കുമല്ലോ 3ലേക്ക് വരുന്നത്, 3ലേക്ക് വരുന്നത്. അങ്ങനെ കണ്ടിട്ട് പഴയ ഒരു ഓർമ്മയിലേക്ക് വരുവാണെങ്കിൽ ഏത് സീനായിരിക്കും ഓർമ്മ വരും ഇന്ദ്രൻസ് ചേട്ടൻ്റെ? നമ്മൾ പറമ്പിൽ കൂടെ ഷമീറിനെ ഓടിക്കുന്നത്. അത് വല്ലാത്തൊരു സിനിമ, വല്ലാത്തൊരു കൈയടി. ഇന്ദ്രൻസേട്ടനും കൂടെ സ്വിമ്മിംഗ് പൂളിൽ അവിടെ ഇന്ദ്രൻസേട്ടനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. അത് നമ്മൾ ആക്ച്വലി വൈഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് കട്ട്സ് എടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇന്ദ്രൻസേട്ടൻ്റെ അടുത്ത് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് നോക്കി. ശരി, ഞാൻ പുള്ളിയുടെ കാലിലോട്ട് അങ്ങ് വീണു. എന്നിട്ട് ഒരു യോഗ പൊസിഷനില് അപ്പൊ പുള്ളി ഒന്നും ഞെട്ടി കാല്. അത് എല്ലാരും അവിടെ ചിരിച്ചിട്ട് പിന്നെ അതിന് കട്ട്സ് എടുത്തിട്ടില്ല. ഇതിനിത് മതി എന്നുള്ള രീതിയില് ആ സീൻ. അല്ല, അത് അത് പിന്നെ വേറെ റേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അത് അപ്പം തന്നെ അപ്പം വന്നതാണ്. അത് ആഗ്രഹം ചെയ്യണ്ട, വേറെ പിന്നെ കിട്ടില്ല ഒരു സമയത്ത്. ഹ്യൂമർ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഒരു ഒത്തിരി ലൂസ് ഫ്രെയിം കിട്ടും. എങ്കിലും മൊത്തം ടൈമിലുള്ളവരുടെ റിയാക്ഷൻ കൂടെ കിട്ടുള്ളൂ. അത് അറിയാവുന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്യിക്കും. അത് ആ ചിരി ഓർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇവരിങ്ങനെ നോക്കുമ്പോഴുള്ള ആ ചിരി നമുക്ക് നിർത്താൻ പറ്റില്ല. ഈ ജയസൂര്യ അല്ലേ, ജയസൂര്യ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേഷത്തിൽ വരിക. ജയസൂര്യമായിട്ട് ഓരോ സീനുകൾ ചെയ്യുമ്പം ജയസൂര്യ കുറേ വീഡിയോസൊക്കെ ഇറങ്ങി. എൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഇറങ്ങിയായിരുന്നു, മേക്കപ്പിൻ്റെ വീഡിയോസ്, വണ്ടി നിറഞ്ഞ. നിങ്ങൾ ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ആയിരുന്നു ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളും. ജയസൂര്യയുമായിട്ടുള്ള ആ ഒരു സീനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ജയസൂര്യ ഇത് പെർഫെക്ഷനിസ്റ്റാണ്. ജയസൂര്യ കഥാപാത്രം ആവാൻ വേണ്ടി എന്ത് എഫർട്ടും എടുക്കുന്ന ഒരാളാണ്. പിന്നെ ആട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജയസൂര്യ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 200 പേജിന്റെ ബുക്കിലാണ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു ബുക്കും പിന്നെ ഫോണിലുള്ള നോട്ട്സും ആയിട്ടാണ് വരുന്നത്. ഇത് ഒരു സീൻ വരുമ്പോൾ ജയൻ അതിന്റെ കൂടെ ഇംപ്രൊവൈസേഷന് വേണ്ടി ഒരു 10 പരിപാടികൾ പ്ലാൻ ചെയ്താ വരുന്നത്.
8 മിഥുൻ നോ പറയും. കാരണം ലെങ്ത് കൂടുതലാണ് മെയിൻ പരിപാടി. ഇതിനകത്ത് ഒരു സീരിയസ് സ്റ്റോറിയും കൂടെ ഇതിനകത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ആട് 2 പോലുള്ള സിനിമ അല്ല അതേ. ആട് 2 എന്ന് പറയുന്നത് ലൈറ്റ് ഹാർട്ടഡ് കോമഡി ആണെങ്കിലും ഇതിൽ കുറച്ച് സീരിയസ് സ്റ്റോറിയും പോകുന്നുണ്ട്, ഹ്യൂമറിന്റെ എലമെന്റ്. പിന്നെ ഹ്യൂമറിന്റെ പാറ്റേണിൽ കുറച്ച് മാറ്റങ്ങൾ. അതിപ്പം അന്ന് ആട് 1 ഇറങ്ങുമ്പോൾ 5 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് 15 വയസ്സാണ് അല്ലേ. അവരുടെ സംസാരിക്കുന്ന ഭാഷയും അവരുടെ ഹ്യൂമറിന്റെ രീതികളെല്ലാം വേറെയാണ്. അപ്പം ആടിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ 70-80 വയസ്സായ ആളുകൾ വരെ ആടിന്റെ ഓഡിയൻസ് ആയതുകൊണ്ട് ഇതെല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ എടുക്കില്ല. അപ്പൊ ഈ ജയസൂര്യ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് പറയുമ്പോഴത്തേക്കും ഇത് അത് വേണ്ട എന്നിട്ട് പരാതിയായിട്ട് പുള്ളിക്ക് ആഗ്രഹമുള്ള കോമഡി ഇത് ചിലപ്പോൾ വർക്കാവും. നല്ല ചിലതൊക്കെ നമ്മള് വർക്കാവും. ഈ ആട് 2-ലുള്ള ഒരു 50% കോമഡി അത് അവിടെ വന്നിട്ട് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചിലത് ഇപ്പം മിഥുൻ്റെ കയ്യിൽ നിന്ന് വരും, ചിലത് ജയൻ്റെ കയ്യിൽ നിന്ന് വരും, ചിലത് പ്രിൻസിൻ്റെ കയ്യിൽ നിന്ന് വരും, ചിലത് എൻ്റെ കയ്യിൽ നിന്ന് വരും. അങ്ങനെ ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോമഡികളാണ്. പക്ഷെ അതിനുള്ള സാധ്യത ആട് 3-ല് വളരെ കുറവായിരുന്നു. കാരണം സ്റ്റോറിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ലെങ്ത് ഉണ്ട്, 2 കാലഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്പോട്ട് എഡിറ്റിങ്ങിന് പല ഹ്യൂമറുകളും പോയി, എഡിറ്റിങ്ങിൽ പോയി. അപ്പൊ ജയൻ അതിനകത്ത് നല്ല പരാതിയും വിഷമമുണ്ട്. അങ്ങനെ പിന്നെ ജയനായിട്ടുള്ള സീനുകൾ ഇതിനകത്തും 2 കാലഘട്ടത്തിലും നമുക്ക് സീനുകളുണ്ട്. പിന്നെ ഞങ്ങൾ യൂസ്ഡാണ്. കാരണം ജയസൂര്യയായിട്ട് ഇപ്പോൾ 6ാമത്തെ സിനിമയാണിത്. പ്രൊഡക്ഷൻ വൈസ് തന്നെ 6ാമത്തെ. പല സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ ഡെയിലി സംസാരിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഓരോ സീനും ചർച്ച ചെയ്തും സിനിമയ്ക്ക് മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ അതൊരു ഒരു അനുഭവമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. 2 സുഹൃത്തുക്കൾ നിന്നിട്ട് വർത്താനം പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത്രയും ദിവസങ്ങൾ എടുത്തൊരു സിനിമ അല്ലേ. നമ്മൾ കാണുന്ന താരങ്ങളല്ല, നമ്മൾ പുറത്ത് പല താരങ്ങളെക്കുറിച്ചും പല അഭിപ്രായങ്ങളായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ താങ്കളായിരിക്കും ഈ സിനിമയിൽ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ വിനായകനെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും, സണ്ണിയെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും, ഇന്ദ്രൻസിനെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ. പക്ഷേ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് താങ്കൾക്കായിരിക്കും ഓരോ ആളെക്കുറിച്ച്. അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോകളെ കുറിച്ച് വിനായകനെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞാൽ കേട്ടോ. അത് നമ്മൾ കാണുന്ന ഒരു വിനായകനല്ല എന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലേ. ആ വിനായകൻ അവിടെ വന്ന് വിനായകൻ വേറെയാണ്. അങ്ങനെയാണ് എല്ലാവരും. അങ്ങനെ ഒരു അനുഭവം എന്തായിരിക്കും ഓരോ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ? അല്ല, ഇപ്പം ജയനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതായത് ജയൻ ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ജയൻ അത്രയും മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. അത്രയും ജയന്റെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള കഥാപാത്രമാണ്. ജയസൂര്യ എവിടെ പോയാലും പാപ്പാ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ശശിഹാസനെ ഇന്ദ്രൻ ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100-400 പടം ചെയ്തിട്ട് ഇപ്പോൾ എവിടെ പോയാലും ആശാനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അത്രയും മാത്രം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ജയൻ അതിനു വേണ്ടി എത്രയോ നാൾ മുമ്പേ പ്രിപ്പയർഡാണ്. അതുകൊണ്ട് പിന്നെ ജയൻ ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര സമയവും മാറ്റിവെച്ചു. വേറെ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല. ജയൻ ഒരിക്കലും ഡേറ്റ് ഇഷ്യൂസ് ഇല്ല. വളരെ കുറച്ച് ചില പേഴ്സണൽ പരിപാടികൾ ഒഴിച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇപ്പോഴും ഏത് പ്രൊമോഷൻ വിളിച്ചാലും ജയനുണ്ട്, എന്ത് കാര്യത്തിനും ജയനുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടേ ഇല്ല. ഒരു ക്രിയേറ്റീവ് ഡിഫറൻസുകൾ വരും. ക്രിയേറ്റീവ് ഡിഫറൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അത് സ്വാഭാവികമാണ്. വിനായകൻ, ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വിനായകൻ്റെ ഉള്ളിലൊരു വേറൊരു മനുഷ്യനുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു വിനായകനല്ല. വിനായകന് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിനായകന് തുറന്നു പറയും. അത് നമ്മൾ അത് രണ്ടാമത് വീണ്ടും അങ്ങനെ വന്നാൽ പുള്ളി പിണങ്ങും. പക്ഷെ പിണങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ വിനായകൻ തന്നെ സ്വയം അങ്ങ് അനുഗ്രഹിച്ച് വിളിച്ചിട്ട് വിനായകന് ഭയങ്കര വിഷമം വരും. അതായത് ഇത്രയും ആൾക്കാരെ നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൃത്യസമയത്ത് 7 മണി എന്നുണ്ടെങ്കിൽ വിനായകന് 7 മണിക്ക് സെറ്റ് ചെയ്യും. ഇത്രയും കൃത്യനിഷ്ഠയായിട്ട് ഉള്ളൊരു ആക്ടർ. അതന്നെ 7 മണി എന്നുണ്ടെങ്കിൽ വരും. അതുകൊണ്ട് വിനായകൻ വരുന്ന ദിവസം ക്രൂ ആണ് പേടിക്കേണ്ടത്. കാരണം പുള്ളി കറക്റ്റായിട്ട് 7 മണിക്ക് വരാം. നിങ്ങൾ
ഒന്നുകിൽ 7 മണിയൊന്നും പറയരുത്, പറഞ്ഞ പോലെ പുള്ളി വരും കൃത്യമായിട്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ പുള്ളി മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡൂഡെന്ന് നമ്മൾ പോലും വിചാരിക്കും. പുള്ളി ചിലപ്പോൾ അവിടെ നിന്നൊക്കെയോ ട്രാവൽ ചെയ്ത് ഉറങ്ങാതെയൊക്കെ ആയിരിക്കും പുള്ളി വരുമ്പോൾ ഇങ്ങനെ ടയേർഡ്. എന്നിട്ട് പറയും ഇന്നലെ ഉറങ്ങിയില്ല, തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയിൽ വരികയാണ്, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് ആ കോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ കൈവച്ചിട്ടൊരു വരവുണ്ട്. അപ്പോൾ അങ്ങോട്ട് കാരവനിലോട്ട് കയറിപ്പോയ ആളാണെന്നേ നമുക്ക് തോന്നില്ല. ക്ഷീണം ഒന്നുമില്ല. അതൊക്കെ മാറിയിട്ടാണ് പുള്ളി വരുന്നത്. പിന്നെ സൈജു എന്ന് പറയുന്നത് ഒരു ഫാമിലി മെമ്പർ പോലെയാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. എന്തും പറയാം. ഞങ്ങൾ ചിലപ്പം ഒരേ വണ്ടിയിലാണ് പോകുന്നത്, ഒരേ വണ്ടിയിലാണ് വരുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചിലപ്പം ഒരുപാട് ആർട്ടിസ്റ്റുള്ള സെറ്റാണ്. ചിലപ്പോൾ ഒരുപാട് ക്യാരവൻസ് നമുക്ക് കൊണ്ടിടാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. അപ്പം ചിലപ്പം 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് 4 പേർക്കൊക്കെ ഒരു റൂമാണ്. എനിക്ക് സൈജുവിനും നാച്ചുറലി പ്രൊഡക്ഷൻ തന്നെ അവിടെ എഴുതി വെക്കും, വിജയ് ബാബു സൈജു ഒരുമിച്ചാ. അങ്ങനെയാണ് അതിന്റെ ഇത്. അപ്പം സൈജുവിനും അറിയാതെ ഞങ്ങൾ പറയാം. എന്നിട്ട് അപ്പം ഞങ്ങൾ ഒരു ക്യാരവണ യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയും അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഇപ്പം വേറൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന സൈജുവാ. ബിക്കോസ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം സൈജു നാളെ വരാൻ പറ്റും, ഒരു സീൻ ഷൂട്ട് ചെയ്യണം, സൈജു വരും. ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. കാരണം മോഹിനിയാട്ടം എന്ന് പറയുന്ന പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ 3 വട്ടം ഡേറ്റ് മാറ്റി വെച്ചു നമുക്ക് വേണ്ടി, ആടിന് വേണ്ടി 3 വട്ടം ഡേറ്റ് മാറ്റി വെച്ചു. എന്നിട്ടും നമ്മൾ കഴിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സഹകരിച്ചു. ഞങ്ങൾ സൈജുവിൻ്റെ പോർഷനിൽ ഫോക്കസ് ചെയ്ത് തീർത്തിട്ട് പിന്നെ പുള്ളി മോഹിനിയാട്ടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത്. ഇന്ദ്രൻസേട്ടനെ കുറിച്ച് പിന്നെ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഇത്രയും ഞാനിങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒരു പാവം മനുഷ്യൻ. പക്ഷേ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിന് കൂടുതലൊന്നും ഞാൻ പറയില്ല, പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സണ്ണിയും ഇതേപോലെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഇതിനകത്ത് എല്ലാം അങ്ങനെ ഒരു ഫാമിലി റീയൂണിയൻ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലെ ആക്ടേഴ്സ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊന്നും ഒരു സംഭവമൊന്നും ഇടപെട്ടില്ല. എല്ലാവരും സുദീപ് ഗോപ്പയാണെങ്കിലും ബിജുക്കുട്ടനാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഈ സെറ്റിലോട്ട് വരാൻ ഭയങ്കര. അതായത് ചിലപ്പോൾ ഡേറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറയും. ഇപ്പോൾ നോബി വന്നിട്ട് അതെ എനിക്ക് ഞാനൊരു ദുബായ് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ മറ്റേ സീൻ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നാ പിന്നെ പോകുമ്പോൾ ചെയ്യല്ലേ. അപ്പോൾ നമ്മള് എൻ്റെ ഗ്യാങ്ങില് നോബി കൂടാതെ നിർമ്മൽ പലാഴി ഉണ്ട്. അപ്പം മിഥുൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഡേറ്റ് പ്രോബ്ലം ആരുണ്ടോ ഉള്ളവരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും എന്ന് അങ്ങ് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഇവിടെ ഞെട്ടിയിട്ട് പോകാൻ നേരത്ത് പറയും എങ്ങനെയെങ്കിലും ഇങ്ങ് വരാം ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സീൻ പോലും ഒരു മിസ് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹിച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ഫക്രു വരുന്നത് ആരുടെ കഥാപാത്രത്തിലാണ്? ഫക്രു വരുന്നതല്ല, അത് സിനിമയുടെ ഭാഗമായിട്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വിനീത് മോഹൻ എന്നുള്ള കഥാപാത്രം രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് മെമ്പേഴ്സ് ഇത്രയും തന്നെ വേണമല്ലോ, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അന്ന് എന്തുകൊണ്ട് അങ്ങനൊരു ക്യാരക്ടർ അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം നമ്മൾ ഓരോ ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ളവരെയാണ് സിനിമയിൽ എടുക്കുന്നത്. ഇപ്പൊ ഫുക്രു ഹോമിലും അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ക്യാരക്ടറിന് ഫുക്രു കറക്റ്റ് ആണെന്ന് തോന്നി. നമ്മൾ അതിനൊന്നും എന്തിനാ നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല, അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യം. അത് ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്, ആരെ കുറിച്ചും വേറൊന്നും പറഞ്ഞു കേട്ടില്ല. അല്ല, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നല്ലോ. അത് കാണുമ്പോ ആടിലൊക്കെ അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ വെച്ചിരിക്കുന്നതെന്നും ഉള്ളത് മനസ്സിലാവുകയും ചെയ്യും, പിന്നീട് പറയേണ്ടതായി വരികയും ചെയ്യും. അപ്പൊ പറഞ്ഞാൽ മതി. എന്തായാലും അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇപ്പം അവിടെ പറഞ്ഞുകൊണ്ടിരിപ്പം തന്നെ ഒരു ഇടപെടൽ നടത്തിയായിരുന്നു ഇന്ദ്രൻസേട്ടൻ. വിനായകന്റെ കാര്യം പറഞ്ഞപ്പോൾ, സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു ഇന്ദ്രൻസേട്ടൻ പറയുന്നത് കേട്ടു, കറക്റ്റാണെന്ന് വെച്ചു. വിനായകനെ നമ്മൾ പുറത്ത് കേൾക്കുന്ന അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അത് വിജയബാബുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൂടെയാണ് അത് പുറം ലോകം അറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കൃത്യമായി പറയണം, ഒരു സമയം ഇത്രയും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തി. ഇന്ദ്രൻസേട്ടൻ ഒത്തിരി ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ മറ്റുള്ളവരുടെ സമയം വരാതെ ഇരുന്നിട്ട് ഇന്ദ്രൻസേട്ടൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ സംഭവം എനിക്കറിയാവുന്നതാണ്. പക്ഷേ വിനായകനെ അങ്ങനെയല്ല എന്ന് ഈ വിജയബാബു പറഞ്ഞുകൊണ്ട് മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്. ഇന്ദ്രൻസേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇന്ദ്രൻസേട്ടൻ പല സ്ഥലത്തും പോയി മേക്കപ്പ് ഇട്ടിരിക്കേണ്ട നിലയിൽ വന്നിട്ടുണ്ട്, ചില ആളുകൾ വരാതെ. അങ്ങനെ പേഴ്സണൽ എനിക്കറിയാവുന്നതിൽ. പക്ഷേ വിനായകൻ അങ്ങനെയല്ലാന്ന് തോന്നും. ഇന്ദ്രൻസേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും അനുഭവിച്ച അനുഭവങ്ങൾ എന്തായിരിക്കും ഒരു ലൊക്കേഷനിൽ പോയി? ഞാൻ വിനായകനായിട്ട് അങ്ങനെ അധികം പടം ചെയ്തിട്ടില്ല, എങ്കിലും അയാൾ റെഡിയായി വന്നു കഴിഞ്ഞാൽ
റെഡിയാണെന്ന് ആവുമ്പോൾ വിളിച്ചാൽ മതി, ഒരു ഉപദ്രവിക്കത്തൊന്നും. റെഡിയെന്ന് പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് പിന്നെ വേറെ ചെയ്തോണ്ടിരുന്ന പഠിച്ച് പലതും മനസ്സിൽ പ്ലാൻ ചെയ്താണ് അവിടെ വേണ്ടി ലൈറ്റ് ഒന്നും മാറ്റിയൊക്കെ നടക്കില്ല. അത് മാറ്റി വെച്ചോട്ടെ, അത് അത്ര സീരിയസ് ആണെന്ന് നമുക്കൂടെ ബോധ്യമാവണം. അല്ലാത്തെങ്കിൽ പരിഹസിക്കും പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് വല്ലാതെ ഇരിട്ടേക്ക് എനിക്കറിയാം. അത് അല്ലാതെ ഒരു ശല്യവും ഞാനിതുവരെ അങ്ങനെ കണ്ടില്ല. ഇതൊക്കെ പുറത്ത് പറയുമ്പോൾ അയാളുടെ മറ്റ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ചീണ്ടിയെടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് പലതും കാണുന്നതാവും. അല്ലെങ്കിൽ അങ്ങനെയല്ല, വന്നാൽ കൃത്യമാണ് ആർക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടൊന്നുമില്ല. കഴിഞ്ഞ ഉടനെ മാറിയിരിക്കും. അപ്പോഴും എന്ത് നടക്കണില്ലേന്ന് ഒന്നും ചോദിക്കില്ല, ആൾ മിണ്ടാതിരുന്നുള്ളൂ. വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെയാണ് മാറി അവിടെ പോയിരുന്ന് അവിടെ ഇരുന്ന്. അപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ ആൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അയാളുടെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുവാണ്, ചെയ്യാൻ റെഡിയായി അങ്ങനെ ആക്കുള്ളൂ. അത് നമ്മളെപ്പോലെ പതുക്കി വയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് അത് തുറന്നു പറയുന്നു. അതാണ് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. തുറന്നു പറയുന്നതിൽ ന്യായമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലത്തെ കള്ളത്തരം അയാൾക്ക് അറിയില്ല. അത് വല്ലാത്തൊരു ഡയലോഗ് കേട്ടോ. നമ്മളാണെങ്കിൽ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ നിൽക്കില്ലേ. ഈ ഇന്ദ്രൻസേട്ടൻ്റെ ജീവിതയാത്രയിലൂടെ പോകുമ്പോൾ ഈ സിനിമ ഏറ്റവും വലിയ സിനിമയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ദ്രൻസേട്ടൻ്റെ ഈ കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ, ചുമ്മാ ഒരു സങ്കല്പം, ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനായിരുന്നില്ല ഈ സിനിമയിൽ, എനിക്ക് പകരം വേറെ ആളായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ഞാനല്ലായിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടം വന്നേനെ. അങ്ങനെ വരില്ല. കാരണം ഈ വിജയിക്കുന്ന പടങ്ങളിലൊക്കെ വലിയ കഥാപാത്രമൊക്കെ ഞാനാണെന്ന് സങ്കല്പിച്ചു. അതിന് വേറൊരാൾ ചെയ്താൽ ഞാനും അഭിനയിക്കും. അയ്യോ, അത് പൊളിച്ചട്ടോ. അങ്ങനെയാണല്ലേ? നല്ല നല്ല പടം, നല്ല കഥ, നല്ല കഥാപാത്രമൊക്കെ നമ്മൾ പടം കണ്ടിട്ട് പോയി അനുഭവിക്കൂല്ലേ? ആ അഭിനയമാണ് നമുക്ക് നമ്മളൊരു പാഠം അല്ലേ? നമ്മുടെ പാഠം. വിജയബാബുവായിട്ട് നിങ്ങൾ ഭയങ്കര കമ്പനിയാണ് അല്ലേ? ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ചെയ്യും. വിജയബാബുവിലുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഇന്ദ്രൻസേട്ടൻ തോന്നിയത് എന്തായിരിക്കും? അത് എനിക്ക് ഒരു പടത്തിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഉള്ള് എങ്ങനെയോ സാറിന് പെട്ടെന്ന് പിടികിട്ടും. കഥയുടെ ഒരു ചില എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് അത് പെട്ടെന്ന് വിജയ് സാറിന് മനസ്സിലാവും തോന്നും. അതെല്ലാം അതുകൊണ്ടാണ് പുതിയൊരാര് വന്നാലും അവർക്ക് രക്ഷയാണ്. അത് ഫ്രൈഡേ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ അതിൽ കാര്യമുണ്ട്, അതിൽ കഥയുണ്ട്, അത് വിജയിക്കുന്ന കഥയാണെന്നല്ലേ? ഹോം എന്നൊരു സിനിമയാണല്ലോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതും ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചെടുത്തും. ആ കാലഘട്ടത്തിൽ ഹോം ചെയ്യുന്ന സമയത്ത് വിജയബാബുവായിട്ട് നിങ്ങൾ ഇന്ദ്രൻസേട്ടൻ സീറ്റിംഗ് ആവുന്നു. അതിന് മുമ്പ് കൊണ്ട് നിങ്ങൾ പരിചയമുണ്ട്. പക്ഷേ ഹോമാണ് ഒരു അടുപ്പം എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ആ സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അതിൽ അത്തരം ഒരു കഥാപാത്രം വിജയബാബു തരാൻ എന്താണ് എന്നെ തന്നെ വേണമെന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്? അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എൻ്റെ ആ സാധനം പിടിവിടാതെ വെച്ചേക്കുമായിരുന്നു അതിന് മുമ്പ് കേട്ടെങ്കിലും. അപ്പം അങ്ങനെ പിടിവിടാതെ വെച്ചേക്കണമെങ്കിൽ ഒരു കരുത്തുണ്ടാകും എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷിബു ആണ് പറഞ്ഞാൽ വായിച്ചു നോക്കാം. വായിച്ചപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ആദ്യമായി ഇത് എന്നാ മാറ്റുമോ, അത് വേറെ ആരെങ്കിലും അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരു ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്ലൂ ഒന്നുമില്ലല്ലോ. ഈ സാഹചര്യത്തിൽ കൊതുക്കി പതുങ്ങി ചെയ്യാവുന്നൊരു സാധനമാണ്, ഒന്ന് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ കൊതിയും ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ അപ്പോഴേ അഭിനയിച്ചു തുടങ്ങി. പക്ഷെ അത് നടക്കാൻ പിന്നെയും സമയം എടുക്കുന്തോറും എൻ്റെ ആദ്യം അതിലിനി അതിന് വലിയ വേറെ വന്നോ കയറുമോ എന്നുള്ളല്ലേ? അത് വലിയൊരു ആദ്യമായിരുന്നു കേട്ടോ. കറക്റ്റ് ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ജിബാബുന് അന്ന് മനസ്സിൽ ഇന്ദ്രൻസ് തന്നെയാണ്. നമ്മൾ അർദ്ധരാത്രിയിലെ കൂടാന്ന് പറഞ്ഞ സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇന്ദ്രൻസേട്ട ഹോമെന്ന് ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു വേറൊരു ടൈപ്പ് കഥാപാത്രമാണ് ഇന്ദ്രൻസേട്ട. ഇതൊരു ഫോർമലൊന്നും ഇട്ടാരും കണ്ടിട്ടില്ല, ഒരു ഫോർമലൊക്കെ ഇട്ട് ഒരു സിനിമയിൽ പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുത്തു. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇത് നീണ്ടു പോകുമ്പോ എന്നെ മാറ്റുമോ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ലക്കി മാസ്കോട്ടാണ് ഇന്ദ്രൻസേട്ടൻ. അതല്ലേ? നമ്മുടെ ലക്കാണ്. നമ്മള് ഇന്ദ്രൻസേട്ടനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും വർക്കാണല്ലേ? അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഹോമാണെങ്കിലും എല്ലാം ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. ജീവിതത്തിലൊരു സിനിമ മാറ്റാൻ പറ്റില്ല. എന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ എല്ലാ സിനിമകളിലും ഇന്ദ്രൻസേട്ടനെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ നോക്കും. ഇപ്പൊ ഞങ്ങൾ കാലന്റെ തങ്കക്കുടം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടന്റെ മെയിൻ ഭാഗങ്ങൾ വരുന്നേ ഉള്ളൂ. പക്ഷെ
ഒരു സീൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും വേറെ ആ ഒരു സീനെ ഞാൻ അവിടെ എത്തുന്നുള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സീനുകള് കാലനായിട്ട് അവിടെ എത്തുന്നു, പിന്നെ നാട്ടിലാ. അത് ഇന്ദ്രൻ ചേട്ടൻ അഴിഞ്ഞാടി അഭിനയിക്കേണ്ട ഒരു പരിപാടിയാണ്. നേരെ ഹോമിൽ നിന്നും നേരെ തിരിച്ചിട്ട് വേറെ ടൈപ്പ് അഭിനയം ആണ് ഇത് വേണ്ടത്. അല്ല, ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടല്ലോ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിഭ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വിജയ് ബാബുവിൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. എല്ലാ സിനിമയ്ക്കും ഒരു കഥാപാത്രം ഇന്ദ്രൻ ചേട്ടൻ എന്ന് വെച്ചാൽ ആ ചേരുന്ന കഥാപാത്രമാണ്. അത് കൊടുത്താൽ ഭദ്രമായിട്ട് നമുക്ക് തിരിച്ചു വിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെയല്ല, ഇന്ദ്രൻ ചേട്ടനെ എങ്ങനെ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യിക്കാം എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടിട്ടാണ്. അത് നമുക്കിപ്പോൾ കഥാപാത്രം ഇത് ഇന്ദ്രൻ ചേട്ടന് ചേരുവോ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ കഥാപാത്രവും ഇന്ദ്രൻ ചേട്ടൻ ചെയ്യും. എന്ത് കഥാപാത്രവും ഇന്ദ്രൻ ചേട്ടന് ചേരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അല്ല ഇത് ഇന്ദ്രൻ ചേട്ടൻ ചെയ്താൽ നന്നാവുന്നുള്ള, അല്ല ഇന്ദ്രൻ ചേട്ടന് ഇത് ചേരും, അങ്ങനെയല്ല. ഇന്ദ്രൻ ചേട്ടൻ അതും ചെയ്യും. ഏത് കഥാപാത്രം കൊടുത്താലും ചെയ്യും. അതിപ്പം വില്ലനാണെങ്കിലും ഇപ്പൊ ക്രൈം ഫയൽസിൽ ഞാൻ നമ്മളെ ഞെട്ടിച്ചില്ലേ ക്രൈം ഫയൽസിൽ, അതേപോലെ അഞ്ചാം പാതിരയിൽ ഒറ്റ സീനാണ് അല്ലേ. പിന്നെ മാലിക് എന്ന് പറഞ്ഞ സിനിമയിലല്ലേ ഒരു മറ്റേ ഒരു ഷ്രൂഡായിട്ടുള്ള ഒരു അപ്പൊ വില്ലനായിട്ട് വരെ നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ഇത് കൊടുത്താലും ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാറ്റമൊന്നുമില്ല. ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്, ഇവരെല്ലാം കോർത്തിണക്കി ഒരു ഇൻ്റർവ്യൂസൊക്കെ സെറ്റ് ചെയ്യണം. ഇൻ്റർവ്യൂസിന് വരാത്ത കാലഘട്ടങ്ങൾക്കും നിർമ്മാതാക്കൾ നഷ്ടം ഉണ്ടാകുന്ന വലിയ വാർത്തകളൊക്കെ വരുന്ന സമയമാണ് അല്ലേ. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വിലക്ക് അങ്ങനെയൊക്കെ വരുന്ന സമയമാണ്. ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ച് എങ്ങനെ ഒരു ഇൻ്റർവ്യൂസിന് സെറ്റ് ചെയ്യുന്നത്? ഞാൻ അത് ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ട് അവർ വരുന്നതാണ്. നമ്മൾ എല്ലാവരും ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ എത്രയോ ദൂരത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജയൻ ഇതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൈജു എത്ര ദിവസം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആ സിനിമയോടുള്ള ഇഷ്ടവും ആ സിനിമ നന്നാവണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് അവർ എല്ലാ പരിപാടികൾക്കും എന്ത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ടിനും തയ്യാറായി നിൽക്കുന്ന. വേണിച്ചേട്ടൻ അവർ എങ്ങനെയായിരുന്നു? വേണിച്ചേട്ടനാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സിലൊന്ന്. വേണിച്ചേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇങ്ങനെ നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇത് വേണിച്ചേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ്. വേറൊരു പാർട്ട്ണർ ആയിരുന്നെങ്കിൽ പോലും ഇതിങ്ങനെ നടക്കില്ല എന്നാണ് എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് നമ്മൾ വിചാരിച്ചെടുത്തൊന്നും അല്ല നിന്ന്. പക്ഷേ അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പരാതിയും ഇല്ലാതെ ആകെ 2 വട്ടമേ വേണിച്ചേട്ടൻ സെറ്റിൽ വന്നിട്ടുള്ളൂ. 2 വട്ടം. ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേണിച്ചേട്ടനെ കാണുന്നതും ഇതിൻ്റെ കഥ പറയുന്നതും ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നതും. അന്ന് മുതൽ വേണിച്ചേട്ടൻ ഇതിൻ്റെ ഭാഗമാണ്. ഒരു ചോദ്യങ്ങൾ ഫുൾ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ഫുൾ ഫ്രീഡം നമുക്ക് തന്നിരിക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്വവും നമുക്ക് തന്നിരിക്കുക. അല്ലെങ്കിൽ വേണിച്ചേട്ടൻ നോർമലി സ്ക്രിപ്റ്റിൽ നല്ല സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ആളാണ്, വളരെ നല്ല സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ആളാണ്. അപ്പം അതിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിട്ടു തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ടെൻഷൻ കൂടുതലാണ്. നല്ല അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടവും വരരുത്, ഒരു പോലും നഷ്ടം വരരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. വെരി ഹാപ്പി വിത്ത് ദാറ്റ് അസോസിയേഷൻ. ഈ കട്ടുകൾ ഒത്തിരി ചെയ്ത് ഞാനും ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമയിൽ ഒരു സീനൊക്കെ ഉണ്ട്. കട്ട് ചെയ്തിട്ടുണ്ടോ? അത്രേ വെച്ചിട്ടുണ്ട്. അറിയണോ? അല്ല, ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ആദ്യം എനിക്ക് തുടങ്ങി. ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ ഹോമില് നീണ്ടുപോയപ്പം ആദ്യം തുടങ്ങില്ലേ, ഞാനുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം തുടങ്ങി. ഇനി നമ്മൾ തമ്മിലുള്ള വ്യക്തമായിട്ട് അറിയാം ആ സീൻ ഒരിക്കലും പോവില്ല. കാരണം അത് ഇന്ദ്രൻ ചേട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനാണ്. അതൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ടാണ്. അത് കളയാൻ പറ്റില്ല, കളയാൻ പറ്റില്ല. അതെനിക്ക് ആദ്യം എനിക്ക് ഉണ്ട് ഒത്തിരി കത്ര വെച്ചൊന്ന് വിഷമിച്ചു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവം ഉള്ളതുകൊണ്ട് ചോദിക്കണമല്ലോ. പോയാ ഇവിടെ യുദ്ധം നടക്കും. ഇന്ദ്രൻ ചേട്ടൻ ഇനി ഉള്ള യാത്ര ഇപ്പോൾ കുറേ സിനിമകളും പല വേഷങ്ങളും ചെയ്തു. ഇനി ഒരു കഥാപാത്രം എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിൽ ഓർമ്മയിൽ കിടപ്പുണ്ട്? അങ്ങനെയില്ല. പണ്ട് സിനിമകൾക്ക് ഒത്തിരി കണ്ടു വളർന്നു. അങ്ങനെയില്ല. ചെയ്യാത്തൊരെണ്ണം കിട്ടണേ എന്നാണ് ആഗ്രഹം. അത് മാത്രമേ ഉള്ളൂ. ഈ ചെയ്യാത്ത കഥാപാത്രം പലതും കണ്ടിട്ടുണ്ടോ? അത് എനിക്ക് കിട്ടിയിട്ടില്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല. അത് നേരത്തെയൊക്കെ സീരിയസ് ഒന്നും കിട്ടുന്നില്ല. അത് ഒരു സമയത്ത് തോന്നിയിരുന്നു. അത് പിന്നെ അത് ഞാൻ തന്നെ അതിന് പരിഹാരവും കണ്ട് നമ്മൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, ഇതൊക്കെ കിട്ടും എന്ന് നമ്മൾ സമാധാനപ്പെട്ടു. പക്ഷെ ഇപ്പം എന്തോ കാലം ഇങ്ങനെ കുറേ കടന്നു പോയപ്പോഴത്തേക്കും പ്രായവും ശബ്ദവും
ഒക്കെ മാറിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ഭവിക്കുന്നതാവും. അല്ല ഇപ്പൊ അങ്ങനത്തെ സീരിയസ് കഥാപാത്രങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ എത്ര ലിസ്റ്റ് പറഞ്ഞ സിനിമകളിലെ അതിലൊക്കെ നമ്മൾ നെട്ടിച്ച വില്ലൻ കഥാപാത്രങ്ങളുണ്ടോ. എല്ലാ കഥാപാത്രവും ഇന്ദ്രൻസിനോട് ചേരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മാറി മാറി വരുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ. ഇപ്പൊ ആട് 3 കഥാപാത്രങ്ങൾ തന്നെ ആട് 2 നിങ്ങൾ കണ്ട് കാണുന്ന ആ സീനെ കുറിച്ച് പറയുന്നു. ആട് 3 വരുമ്പോൾ നിങ്ങൾ കണ്ടുള്ള സീനുകളാണ് ഏറ്റവും കയ്യടി വാങ്ങാൻ പോകുന്നതെന്ന് സ്വയം നിങ്ങൾ പറയുന്നുണ്ട്. അത് ഏറ്റവും വലുതായിരിക്കും. അത് യാതൊരു മാറ്റമില്ല. അതായിരിക്കും ഒരു സീൻ നമുക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. നമ്മൾ പഴയതും ആലോചിച്ച് ഇതും കൂടെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിരിയാണ്. കാണാനുള്ള ആഗ്രഹം ആർത്തിയാണ് ആ സീനൊന്ന് കാണാൻ. നിങ്ങളുടെ രണ്ടുപേരും ശശി സഖാവിൻ്റെയും സർവത്ത് ഷമീറിൻ്റെ സീൻ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് നമ്മളൊരു കോട്ടവും വരുത്തില്ല. നല്ലൊരു സിനിമയായിരിക്കും. ആട് 2 അല്ല, ആട് 3 എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഹ്യൂമർ എന്ന ഫ്ലേവറിനോടൊപ്പം തന്നെ ഒരു നല്ല കഥയും നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നിങ്ങൾ കാണാത്ത ചില വിഷ്വൽസും ആട് 2 ആട് 3 ഞങ്ങൾ കൊണ്ടുവരുന്നു. ബാക്കിയെല്ലാം പ്രേക്ഷകർ അത് തന്നെയാണോ? കൂടുതലൊന്നുമില്ല. ഇച്ചിരി പ്രത്യേക ചില ടേസ്റ്റുള്ള കറികൾ ഇവിടെയൊക്കെ വിളമ്പുന്നുണ്ട്. അത് കാണാൻ അത് കഴിക്കാൻ നിങ്ങൾ വന്നേക്കണം. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു കാര്യം വേണമെങ്കിൽ, ഹൈദരാലി അല്ലേ നമ്മുടെ സിനിമയുടെ ഭാഗമല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞ് എല്ലാവരും പല പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. മമ്മൂക്കയുണ്ടോ, ലാലേട്ടനുണ്ടോ, ഞാൻ അഭിമലിനെ, അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് പോയിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നത് ആട് 3 എന്ന് പറയുന്നത് നമ്മൾ 1 ലാസ്റ്റ് റൈഡാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത് 1 ലാസ്റ്റ് റൈഡിൻ്റെ പാർട്ട് 1 മാത്രമാണ്. ഇതിന് ഒരു പാർട്ട് 2 കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സൂപ്പർ. അതെനിക്ക് മാത്രം തന്ന് ഞാൻ സിനിമയിൽ ഭാഗമായുണ്ട്. അപ്പം പാർട്ട് 2 വരുമ്പോൾ എനിക്ക് അതിനകത്ത് വേഷം ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു. അങ്ങനെയാണ് പറയാമല്ലോ. അല്ല, അപ്പം എന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതൊരു ഒരറിവ്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ, നമ്മൾ നോയമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നമുക്ക് ഓടിയാൽ ഏറ്റവും മനസ്സ് സന്തോഷിക്കാവുന്നൊരു സിനിമയായിട്ടാണ് ആട് 3 വരുന്നത്. മറക്കണ്ട, മാർച്ച് 19 താങ്ക് യു.